എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുട്ട ബിരിയാണി വെക്കാൻ വെച്ചു. അപ്പോൾ അതിലേക്ക് 3 സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില അതൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. സവോള വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. എരിവ് കുറച്ച് മതി. അപ്പോൾ മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. അങ്ങനെ നമ്മൾ എല്ലാ പൊടികളും ഇട്ടു. മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകപ്പൊടി അതൊക്കെ ഇട്ടു. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി പഴുത്തത് നീളത്തിലരിഞ്ഞതിടാം. അതിങ്ങനെ വെന്ത് പേസ്റ്റ് രൂപത്തിൽ വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അങ്ങനെ മസാലക്കൂട്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് പേസ്റ്റ് രൂപേന വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി വേണമല്ലോ, അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കത് ചെറുതീലിട്ടിട്ട് ഈ സവാളൊക്കെ നല്ലോണം, ഇതിപ്പോൾ വാടിയിട്ടല്ലോ, ഈ വല്ല വേവ് കുറവുണ്ടെന്ന് വെച്ചെങ്കിൽ അതൊക്കെ ഒന്ന് വെന്ത് വരാം. അപ്പോഴേക്കും നമുക്ക് മുട്ട തൊലി പൊളിച്ചെടുക്കാം. അങ്ങനെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 3 മുട്ട പുഴുങ്ങിയതിടാം. എന്നിട്ട് ഇത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് നേരം ചെറുതീയിൽ ഇട്ടിട്ട് നമുക്കിത് വറ്റി വരണം. മുട്ടയിൽ ഈ മസാലക്കൂട്ടൊക്കെ പിടിച്ച് വരണം. അപ്പോൾ നമ്മൾക്ക് ചെറുതീയിലിടാം. അങ്ങനെ നമ്മളുടെ മുട്ടക്കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്. നെയ്ച്ചോറിൻ്റെ ബിരിയാണി ചോറ്, നെയ്ച്ചോറ് ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.